ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യാത്ര എന്ന് പറയുമ്പോൾ ഗുരുവായൂർ ട്രിപ്പാണ്. ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് പോയൊരു ട്രിപ്പാണ് കേട്ടോ. എൻ്റെ മോനുണ്ട്, മോൻ്റെ പേര് ആരൂസ് എന്നാണ് കേട്ടോ. അവൻ ട്രെയിനിൽ കയറിയപ്പോൾ തൊട്ടേ അവൻ്റെ ജോലി തുടങ്ങി. അപ്പോൾ ഇതാണ് ട്രെയിൻ. നമ്മുടെ എല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് യാത്ര ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഗുരുവായൂർ എക്സ്പ്രസ് ആണ്. അവൻ്റെ ഒരു കോപ്രായങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സമയം പോകുന്നത് അറിയത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രെയിൻ എടുത്ത് അത്യാവശ്യം വൃത്തി കാര്യങ്ങളൊക്കെ അത്യാവശ്യം നമ്മളിവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ട്രെയിനിൽ അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ട്രെയിൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എനിക്കും വൈഫിനും ഒക്കെ അപ്പുറത്തും ഇപ്പുറത്തും സീറ്റാണ് കേട്ടോ കിട്ടിയത്. അങ്ങനെ നമ്മൾ പതുക്കെ അവിടെ എത്തി, ഗുരുവായൂരെത്തിയപ്പോൾ ഏകദേശം 12:30 ആ ടൈമായ കേട്ടോ. പിന്നെ നമ്മൾ ഒരു റൂമൊക്കെ സംഘടിപ്പിക്കാനുള്ള ഒരു തിരക്കിലായിരുന്നു. അത്യാവശ്യം ആൾക്കാരും തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ നടന്നൊരു ലോഡ്ജ് എടുത്തു. പിന്നെ അവിടെ ഫ്രഷപ്പായി രാവിലെ തന്നെ നേരെ ദർശനത്തിനായിട്ട് കയറി. ഇതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഒരു എൻട്രൻസ്. പിന്നെ ഇതിൽ പ്രത്യേകം എനിക്ക് സന്തോഷം എന്ന് പറയുമ്പോൾ, ഞാൻ മിക്കതും സോളോ ട്രിപ്പാണ് നടത്താറുള്ളത്. ഫാമിലിയുണ്ട്, ഫാമിലിയായിട്ട് ഒരുപാട് ട്രിപ്പുകൾ പോകാറുണ്ട്, പക്ഷേ വീഡിയോ എടുക്കാറില്ല. അപ്പോൾ ഇതാണ് ക്ഷേത്രം. ഞാൻ പിന്നെ മൊബൈലൊക്കെ അവിടെ ലോക്കറിൽ കൊടുത്തു. നമ്മൾ തൊഴുത് ഇറങ്ങിയിട്ടുള്ള കാഴ്ചയാണ്. ആരൂസ് എന്നാണ് കേട്ടോ എൻ്റെ മോൻ്റെ പേര്. അവന് എന്താണ് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. ഓരോ കടകൾ കാണുമ്പോൾ അവിടെ നിർത്തിയിട്ട് അത് വേണം ഇത് വേണം, സ്വാഭാവികം എല്ലാ പിള്ളേരെയും പോലെ. അവൻ വലിയൊരു സ്പൈഡർമാൻ്റെ ആരാധകനാണ് കേട്ടോ. അവിടെ തൊഴുവാൻ പോയാലും സ്പൈഡർമാൻ്റെ ആക്ഷനൊക്കെ കാണിച്ച് ദൈവത്തിന് കാണിച്ചു കൊടുക്കും. സ്പൈഡർമാൻ എപ്പോഴും സ്പൈഡർമാൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. പിന്നെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ, ഇതാണ് ഫ്രണ്ട് മുൻവശം. അവിടെ എത്തിയപ്പോൾ ആരൂസിന് ഫോട്ടോ ഒക്കെ എടുക്കണം. സ്പൈഡർമാൻ്റെ ആക്ഷൻ കണ്ടില്ലേ. അവന് തൊഴുവാൻ പറഞ്ഞാൽ ആദ്യം സ്പൈഡർമാൻ്റെ ആക്ഷൻ കാണിച്ചിട്ട് പിന്നെ തൊഴുവത്തുള്ളൂ. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും കാര്യങ്ങളൊന്നും പറയുന്നില്ല, പക്ഷെ ഭയങ്കര വൈബാണ് കേട്ടോ. അവിടെ പോയി തൊഴുത് കഴിയുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഭയങ്കര രസം. അങ്ങനെ ആരൂസും പിന്നെ നമ്മളും എല്ലാവരും കൂടെ നിന്നൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത്, ഇതൊരു ഫോട്ടോ സ്പോട്ടാണല്ലോ, ഇവിടെ വെച്ചാണല്ലോ ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്നൊക്കെ പറയുന്ന നന്ദനത്തിലേക്ക് ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ വെച്ചാണല്ലോ. അതൊക്കെ എനിക്ക് നമ്മൾ ഈ സ്പോട്ടിലൊക്കെ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മൈൻഡിലേക്ക് വരും കേട്ടോ. നവ്യ നായർ വിളിച്ചുകൊണ്ടൊക്കെ പോകും. നമ്മൾ തൊഴുവായിരുന്നപ്പോൾ അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവനെക്കാട്ടിയും കുറച്ചും കൂടെ ഇളയതാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ കൊച്ചായിട്ട് ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ ഈ ഇടയ്ക്ക് വെച്ച് അതിനെ കണ്ടു. അതിൻ്റെ റിയാക്ഷൻ നിങ്ങൾ കാണാൻ പോകുന്നത്. ഈ കൊച്ചിൻ്റെ പേര് വോം എന്നാണ്. വോം പിന്നെ ഹായ് പറയുന്നതും പേരൊക്കെ ചോദിക്കുന്നതും ഒക്കെയാണ് കണ്ട. പിന്നെ അവർ രണ്ടുപേരും അടർത്തി എടുത്ത് കൊണ്ടുവന്നു. അതൊരു ടാറ്റയൊക്കെ പറഞ്ഞു. കുറേ നേരം ആ പേരൊന്നും പുള്ളിക്കാരന് കിട്ടിയില്ല. ഇടയ്ക്ക് അവൻ ബേബി എന്നാണ് വിളിക്കുന്നത്. ആ കൊച്ച് നല്ല ആക്റ്റീവാണ് കേട്ടോ, ഭയങ്കര ആക്റ്റീവാണ് ആ കൊച്ച്. അച്ഛനും അമ്മയൊക്കെ ഇരിക്കുകയും ചവിട്ടൊക്കെ ചെയ്യുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ബേബിയുടെ പേരെന്തിന്? ജവോ എന്തിന് ബേബിയുടെ പേര്? ജവോ. അങ്ങനെ ബേബിയുടെ പേരൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് അടിക്കാൻ കയറി. അവിടെ ഒരു ദ്വാരക എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ടല്ലോ, കൊള്ളായിരുന്നു, നല്ല ഫുഡായിരുന്നു. അങ്ങനെ അതിനുശേഷം വീണ്ടും റൂമിലേക്ക് എത്തി. പിന്നെ അവിടെ കിടന്നുറങ്ങി. നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കിടന്നുറങ്ങി. അപ്പോഴേക്കും ആരൂസിന് ഒരു സ്നാക്സൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അതിരുന്ന് കഴിക്കൊക്കെ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഈ വീഡിയോയിൽ ഭയങ്കര സംഭവങ്ങളൊന്നും പറയില്ല, കാരണം ഫാമിലിയും കൊണ്ടായിരുന്നു യാത്ര. അതിൻ്റെ ഒരു സന്തോഷത്തിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ ഹോട്ടൽ ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല, അത്രയ്ക്ക് നല്ല ഒരു സെറ്റപ്പ് ഒന്നും അല്ലായിരുന്നു. പക്ഷേ എനിക്ക് ഹോട്ടലിനായത് 800 രൂപയാണ്. ആ വിലയ്ക്കനുസരിച്ചുള്ള ഇതേ ഉള്ളൂ. ഞാൻ പിന്നെ പിറ്റേന്ന് രാവിലെയൊക്കെ ഉറക്കമാണിട്ട് ഇതാണ് നമ്മുടെ ഹോട്ടലിൽ ഈ ഡോറിലുള്ള ചിത്രപ്പണി അത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാണ്ട് അതിൻ്റെ നമ്മൾ നട തുറക്കുന്നതും എല്ലാം അവിടെ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഗോവിന്ദ് അല്ല, ഞാൻ ഈ ഹോട്ടലിൻ്റെ റെക്കമെൻഡ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് താമസിക്കാം. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്.
നല്ല ചിത്രപ്പണി കേട്ടോ. അടിപൊളിയായിട്ട് ശ്രീകൃഷ്ണനെ എന്താണ് കൊത്തി വെച്ചിട്ടുണ്ട്. ആര് ചെയ്താലും അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഒരു ചായയൊക്കെ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു കടയുണ്ട് കേട്ടോ, അവിടെ നിന്ന് പിന്നെ പോയി ഒരു ചായയൊക്കെ കുടിച്ചു. ഈ ഗുരുവായൂർ ആസ്പദമാക്കി തന്നെ എന്തുമാത്രം സിനിമകളുണ്ടല്ലേ. ഒത്തിരി സിനിമകളിൽ നമുക്ക് ഗുരുവായൂരിൻ്റെ ഒരു, ഈ അടുത്ത കാലത്ത് തന്നെ ഗുരുവായൂർ അമ്പലനടയിൽ എന്നൊക്കെ പറയുന്ന സിനിമയൊക്കെ ഇറങ്ങിയിട്ടില്ലേ. എന്തായാലും വരാത്തവർ വരണം. വളരെ എന്താണ് ഇക്കണോമിക്കൽ ഫ്രണ്ട്ലി ആയിട്ട് വന്നിട്ട് പോകാൻ പറ്റിയൊരു ക്ഷേത്രമാണ് കേട്ടോ. ട്രെയിനൊക്കെ ഉണ്ട്, നമുക്ക് നേരത്തെ ബുക്ക് ചെയ്താലൊക്കെ ട്രെയിൻ കാര്യങ്ങളൊക്കെ കിട്ടുകയൊക്കെ ചെയ്യും. പിന്നെ ഇപ്പോൾ ട്രിവാൻഡ്രത്തു നിന്നുള്ളവർക്കായാലും ഒറ്റ ദിവസം 2 ദിവസം കൊണ്ട് നമുക്ക് പെട്ടെന്ന് വന്നിട്ട് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഗുരുവായൂർ കേട്ടോ. അങ്ങനെ വീണ്ടും ബസ്സിൽ കയറി, തിരിച്ച് ബസ്സിൽ കയറി നേരെ വീട്ടിലേക്ക്. ഇനിയും ഇതിൽ പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല. ഫാമിലി ആയതുകൊണ്ട് തന്നെ കുറച്ച് ഷൂട്ട് ചെയ്യാനും പറ്റുള്ളൂ. കാരണം കൊച്ചിനെയൊക്കെ എടുക്കേണ്ട കുറച്ച് ഇത് ഉണ്ടായിരുന്നു, അപ്പോൾ കുറച്ചൊക്കെ ഷൂട്ട് ചെയ്യാനും പറ്റുള്ളൂ. അങ്ങനെ ഞാൻ വീണ്ടും തിരിച്ച് നാട്ടിലേക്ക്. നിങ്ങൾ എപ്പോഴെങ്കിലും വരാത്തവർ എന്തായാലും വന്ന് നോക്കൂ കേട്ടോ. നല്ല രസമാണ്, നല്ലൊരു വൈബും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗുരുവായൂരപ്പൻ രക്ഷിക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.